ബിഗ് ബോസ് മലയാളം സീസൺ 7 ഓഗസ്റ്റ് 3-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിക്കുന്ന വാർത്തകൾ വന്നിട്ടുമുണ്ട്. മിക്കവാറും ഓഗസ്റ്റിൽ തന്നെ തുടങ്ങുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഓഗസ്റ്റ് 3-ാം തീയതി ആയിരിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. എന്താണെങ്കിലും ഇനി ഏതാനും ആഴ്ചകളോ ദിവസങ്ങളോ മാത്രമേ സീസൺ 7 തുടങ്ങാനായിട്ടുള്ളൂ. ഈ ഘട്ടത്തിൽ ആരായിരിക്കും ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവർ കാണും എന്ന് തീർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. കുറെ പേരൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന രേണു സുധി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവതാരകയൊക്കെ ആയിട്ടുള്ള ശാരിക വരാൻ സാധ്യതയുണ്ട്. ആർട്ടിസ്റ്റുകൾ അത് കഴിഞ്ഞ കുറച്ച് സീസണുകളായിട്ട് നമ്മൾ പറയുന്ന പേരുകളുണ്ട്. ജിഷൻ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ്, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരൊക്കെ. ഇവരിൽ ആരെങ്കിലും ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ സീസൺ 7-ൽ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. LGBTQ-ൽ നിന്ന് ഉറപ്പായിട്ടും കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അവരുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാ സീസണിലും എന്ന പോലെ ഈ സീസണിലും കണ്ടസ്റ്റൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ആദില, നൂറ, ഇവര് രണ്ടുപേരുമോ ഇവരിൽ ഒരാളോ ഒരുപക്ഷെ സീസൺ 7-ൽ വന്നേക്കാം. ഇതൊക്കെ ഒരു ഉദ്ദേശമാണ്. ഉറപ്പായിട്ടും ഇവർ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേട്ട മറ്റ് രണ്ട് പേരുകളായിരുന്നു റോഷൻ ബഷീറും അതുപോലെ ഏഷ്യാനെറ്റിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ നമ്മുടെ രേഖ രതീഷ്. എന്നാൽ ഇവർ രണ്ടുപേരും വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇവർ രണ്ടുപേരും വരില്ല, അല്ലെങ്കിൽ ആ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ അഥവാ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഉണ്ട് എന്നുള്ളത്. അത് ഇതിന്റെ റൂളിന് എഗെയിൻസ്റ്റ് ആണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. കൊള്ളാവുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായാൽ മതി എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ സീസൺ അടിപൊളിയാവുള്ളൂ. നന്നായിട്ട് മത്സരിക്കാൻ കഴിയുന്ന, ഈ കരഞ്ഞു പിഴിഞ്ഞിരിക്കാത്ത, ബോൾഡായിട്ട് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ കഴിയുന്ന, സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിലേ ബിഗ് ബോസിൽ ഒരു ഓളമൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് മാറ്റങ്ങൾ ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലാലേട്ടന്റെ ഒരു ആങ്കറിംഗ് സൈഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മേക്കിംഗ് സൈഡിലും ടാസ്കിന്റെ സൈഡിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഹൈപ്പ് നേരത്തെ വന്ന പ്രൊമോകളിലൂടെ ബിഗ് ബോസ് ടീം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും ഇങ്ങനത്തെ കുറെ ഹൈപ്പൊക്കെ വരാറുണ്ടെങ്കിലും ഈ സീസൺ എന്തോ കുറച്ച് മാറ്റിപ്പിടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് കണ്ടുമടുത്ത കുറേ ടാസ്കുകളും അല്ലെങ്കിൽ ബോറിംഗ് ആയിട്ടുള്ള ടാസ്കുകളും ഒക്കെയാണ്. കുറെ കൂടി ഓഡിയൻസിനും എൻഗേജ്ഡ് ആവാൻ പറ്റുന്ന തരത്തിലുള്ള ടാസ്കുകളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തീംസും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ കണ്ടസ്റ്റൻസും നല്ല സ്മാർട്ടായിട്ടുള്ള, സംസാരിക്കാൻ കഴിയുന്ന, ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന, ബ്രില്യൻ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രസമൊക്കെ ഉണ്ടാവുള്ളൂ. സോ ബിഗ് ബോസ് മലയാളം സീസൺ 4 എന്ന് പറയുന്നത് അവിടെയാണ് ഡിഫറെൻ്റ് ആവുന്നത്. എപ്പോഴും അടിപൊളി കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് വൻ ഹിറ്റായിട്ട് മാറിയത്. അതിൽ ഒന്നിനൊന്ന് മികച്ച കണ്ടസ്റ്റൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. സീസൺ 5-ലാണെങ്കിലും തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീസണിൽ ഓഡിയൻസിന്റെ ഒരു ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു എൻഗേജ്മെന്റ് വളരെ കുറവായിരുന്നു സീസൺ 5-ൽ. പക്ഷെ അഖിൽ മാരാറിനെയൊക്കെ പോലത്തെ കിടിലം പ്ലേയേഴ്സ് വന്നൊരു സീസണാണ്. ഏതായാലും ഈ സീസണിൽ അടിപൊളി കണ്ടസ്റ്റൻസിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ ഒട്ടും പ്രതീക്ഷിക്കാത്ത കണ്ടസ്റ്റൻസും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് അത്ര പരിചയമില്ലാത്ത, അതായത് സോഷ്യൽ മീഡിയയിലോ സിനിമയിലോ ഒന്നും അങ്ങനെ കണ്ടു പരിചയമില്ലാത്ത പുതുമുഖങ്ങളായിട്ടുള്ള കണ്ടസ്റ്റൻസും ഒക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കുറേ പേരുകളിൽ ചിലതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവരൊക്കെ വരുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും രേഖ രതീഷ്, ജിഷൻ, ഇങ്ങനെയൊക്കെ കുറേ പേരുകൾ പറയുന്നുണ്ട്. പിന്നെ രേണു സുധി, ശാരിക, ഇതൊക്കെ നേരത്തെ മുതൽ തന്നെ പ്രതീക്ഷിക്കുന്ന ചില പേരുകളാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് ചില പേരുകൾ നേരത്തെ മുതൽ തന്നെ കേട്ടു തുടങ്ങിയിരുന്നു. അതിൽ രേണു സുധിയൊക്കെ ഉണ്ടായിരുന്നു. അവർ വരാനും സാധ്യതയുണ്ട്. കാരണം ബിഗ് ബോസ് മെറ്റീരിയലാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ബിഗ് ബോസ് മെറ്റീരിയലാണ്. ഇപ്പോൾ ശാരികയാണെങ്കിലും വെട്ടി തുറന്ന് സംസാരിക്കുന്ന, ബോൾഡായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ശാരികയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ ബിഗ് ബോസിൽ വരുമ്പോഴും അതുപോലെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു BB മെറ്റീരിയലാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടസ്റ്റൻസ് ആയിരിക്കാം അവരൊക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു വരികയാണെങ്കിൽ. അപ്പോൾ അതുപോലെ ആർട്ടിസ്റ്റുകൾക്കിടയിൽ നിന്ന് ജിഷനൊക്കെ വരികയാണെങ്കിൽ സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം ജിഷനൊക്കെ വളരെ സ്മാർട്ടാണ്, സംസാരിക്കാൻ അറിയാവുന്ന ആളാണ്. ഷാനവാസ് വളരെ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ പുള്ളിയെ പോലുള്ള ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നന്നായിരിക്കും. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ സീസണിൽ ഗംഭീരമായിട്ട് ഉള്ളൊരു സീസൺ ആയിരിക്കുമെന്നും അടിപൊളി കണ്ടസ്റ്റൻസിനെ കാണാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുകയാണ്. പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വരണമെന്ന് അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.